ഹായ്, എൻ്റെ പേര് ഷാക്കിർ ജമാൽ. എൻ്റെ വീട് നടക്കാവാണ്. ഞാൻ ഡിഗ്രി ബികോം കംപ്ലീറ്റഡ് ആണ്. ആൻഡ് ഹാരിസൺ കോയിൽ ഞാൻ അഡ്മിഷൻ കൗൺസിലറാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫ്ലൈൻ ഡീൽ ചെയ്യുന്നത് ഞാനാണ്. ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സെയിൽസ് ഫീൽഡിലാണ്. റീറ്റെയിൽ ബേക്കറി സെയിൽസ് ഫീൽഡിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ അഡ്മിഷൻ കൗൺസിലർ എന്നുള്ള ഒരു പോസ്റ്റിൽ, അതായത് അബ്രോഡ് സ്റ്റഡി കൗൺസിലിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ഞാനിപ്പം റീസെൻ്റ്ലി ഹാരിസൺ കോയിൽ ജോയിൻ ചെയ്തു. ആൻഡ് വർക്ക് ചെയ്ത രണ്ട് ഫീൽഡും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഒരെണ്ണം അബ്രോഡ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് പോലത്തെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൗൺസിലിംഗ് ആണ്. രണ്ട് ഫീൽഡും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നതിന് പുറമെ ഇപ്പം നമുക്കൊരു ഓഫീസ് സ്ട്രക്ചർ ആണെങ്കിലും ഒരു ഓഫീസിലെ നമ്മളുടെ ഒരു സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമ്മളൊരു ഡ്യൂട്ടിക്ക് പോവുക, ഡ്യൂട്ടി കഴിഞ്ഞ് വരിക എന്നുള്ളതിനപ്പുറം വേറെ ഒരു കാഷ്വൽ ഫ്രണ്ട്ഷിപ്പ് ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പോകുന്നവരെ നമുക്ക് എന്താ പറയുക, വർക്ക് സംബന്ധമായ സപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഒരു കാഷ്വൽ ടോക്കിനാണെങ്കിലും ഒരുപാട് സർക്കംസ്റ്റാൻസസ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹോബി മെയിനായിട്ട് ഫുട്ബോളാണ്. ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകും. മെയിൻലി ഫുട്ബോൾ തന്നെയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം കളിക്കാൻ പോയോ? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം ഒരു കളികളൊക്കെ ഞങ്ങളെ കൂടെ എല്ലാ ആഴ്ചയും കളി കളിക്കാൻ പറ്റും. ഞങ്ങള് ബുധനാഴ്ചകളിൽ എല്ലാവരും കൂടി കളിക്കില്ലേ. ആ. ഞാൻ ഇട്ടുണ്ട്. ഏതും പൊസിഷനെ കളിക്കല്? വിങ് ഫോർവേഡ്. ഇതിന്റെ ഞങ്ങള് സെയിൽസിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു പണിയാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ കയറണം എന്നുള്ള ബോഡികൾ വെച്ചിതാക്കണം. വളരെ താല്പര്യമില്ല അപ്പൊ കൂടെ. ഞാന് എന്റെ ഹാരിസൺ കയറുന്നുണ്ട്. ഒരാൾക്ക് കൊടുക്കാം. ഹലോ 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 കേൾക്കാവോ? കേൾക്കാം. പറഞ്ഞോളൂ. എനിക്ക് അതിന്റെ ഫീ ഒക്കെ അറിയണേ. ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണോ അല്ലെങ്കിൽ ഫീസിനെ കുറിച്ച് മാത്രമാണോ കൺഫ്യൂഷൻ? ഞാൻ ഇതിനായിട്ടൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയൊരു ഫീൽഡ് ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ ചിന്തിക്കണം എന്നില്ല. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, നമ്മൾ യൂട്യൂബ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആളുകളിലേക്ക് സെൽ ചെയ്യാൻ വേണ്ടി എത്തിക്കുന്നതാണ് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിലെ കുറച്ച് ടെക്നിക്കൽ പ്ലസ് ടു കഴിഞ്ഞ അപ്പൊ എനിക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബാരിക്കേഡ് അല്ല. ആക്ച്വലി ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ ഏത് എടുക്കാന്നുണ്ടെങ്കിലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഇനി ഏത് കോഴ്സ് എടുക്കാന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങളൊരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലും അതിനോടുള്ള പാഷനുമാണ് ആക്ച്വലി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പ്ലസ് ടു എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓക്കെ ആണ്. നിങ്ങൾക്ക് നല്ല പാഷനും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ നല്ല സ്കില്ലും കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് 65,000 ആണ്. ആക്ച്വലി നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നിങ്ങൾ കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ നോർമലി അതൊരു ഹൈ ആയിട്ട് തോന്നും. കാരണം വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 to 10 ചെയ്യുന്നവരായിട്ട് ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടാനുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇവിടെ വരുന്ന സ്റ്റുഡൻസ്, അതായത് ഇപ്പം നിങ്ങളൊരു അക്കാഡമി പോയെന്ന് വിചാരിക്കാം, നിങ്ങളൊരു 4 month കോഴ്സ് അല്ലെങ്കിൽ അവരൊരു 3 month കോഴ്സ് പ്ലസ് 3 month ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്താലും ആഫ്റ്റർ ആ ഒരു 6 month കഴിഞ്ഞ ശേഷം അവരും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്ലേസ്മെൻറ്റോട് കൂടെ കട്ടാകുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മളുടെ ഹാരിസൺ കോ എന്ന് പറയുന്നതിൽ നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കുന്നതോടുകൂടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങളൊരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് കൂടെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇപ്പം നിങ്ങളൊരു നമ്മളുടെ ഒരു റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഒരു 4 month കഴിഞ്ഞു, നിങ്ങളൊരു പ്ലേസ്ഡ് ആയി പോയെന്ന് വിചാരിക്കാം. ഓക്കെ. ഒരു പ്ലേസ്ഡ് ആയി കഴിഞ്ഞ് നിങ്ങളൊരു 5 years കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രീലാൻസ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഫ്രീലാൻസിൽ നിങ്ങൾക്ക് ഒരു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രബിൾ ഷൂട്ട് ഫീൽ ചെയ്യാണ്. മീൻസ് എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണ്. ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു അസിസ്റ്റൻസിനാണെങ്കിലും ഒരു സപ്പോർട്ടിനാണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് വഴിയാണെങ്കിലും നിങ്ങൾക്ക് ആ ട്രബിൾ ഷൂട്ട് ഓവർകം ചെയ്യാനുള്ള മുഴുവൻ സപ്പോർട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ലൈഫ് ടൈം തരും. അതായത് നിങ്ങളിപ്പം 5 അല്ല എത്ര കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നമുക്കത് നിങ്ങൾക്ക് തരാൻ പറ്റും.
ഓക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്നതുകൂടെയാണ് നമ്മൾ ഈ ഒരു ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ. എനിക്ക് ഈ കമ്പ്യൂട്ടർ ഒന്നും വലിയ ഉപയോഗിച്ച് അറിയില്ല. അപ്പൊ ഇത് കമ്പ്യൂട്ടറിലല്ലേ ചെയ്യാ നമ്മള്? അതെ, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ്, സിസ്റ്റം ഉപയോഗിച്ച് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഒരു നോർമൽ കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു ഫണ്ടമെന്റൽസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള നമ്മൾ ഇവിടെ ചെയ്യും. അതായത് നമ്മൾ സിലബസ് എന്ന് പറയുന്നത് റെഗുലർ ബാച്ചസിന് നമ്മളൊരു ഫണ്ടമെന്റൽസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു മിനിമൽ നോളജ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ടു ഡേ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് അതിലിപ്പോൾ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നമ്മളൊരു ഉപയോഗിച്ച് ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാങ്ങിയപ്പോൾ കിട്ടിയ നോളജ് ആയിരിക്കില്ല 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മൊബൈലിൽ ഉണ്ടാകുന്നത്. പ്ലസ് ടു സയൻസ് ഒക്കെ അപ്പൊ എനിക്ക് പഠിച്ചാൻ പറ്റുമോ? പ്ലസ് ടു നിങ്ങളുടെ മീൻസ് ഏതാണ് സ്ട്രീം എന്നുള്ളത് ആക്ച്വലി ഒരു പ്രശ്നമല്ല. പ്ലസ് ടു എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഹയർ സെക്കൻഡറി എന്നുള്ളൊരു ഇതിലാണ് കാൽക്കുലേഷൻ വരിക. പിന്നെ നിങ്ങളുടെ ഈ സയൻസ് അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നമ്മൾ ഡിഗ്രിക്ക് പോകുന്ന സമയത്തൊക്കെ അത് എഫക്റ്റ് ആവുകയുള്ളൂ. ആക്ച്വലി അതങ്ങനെയാണ്. അതായത് ചിലൊരു നോർമൽ തിങ്സിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ സയൻസ് എടുത്ത ഒരാൾക്ക് പിന്നെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴായിരിക്കും ആ ഒരു ഇഷ്യൂ വരുന്നത്. ചോദിച്ചിട്ട് വിളിച്ചാ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ? മതി. പിന്നെ എക്സ്പീരിയൻസ് നൂർമിയെ ലാസ്റ്റ് റാങ്ക് ആയിട്ടപ്പോഴേ മനസ്സിലായി. ആംബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മീൻസ് സ്റ്റാർട്ട് ചെയ്തോടത്തല്ല എത്തിപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ എവിടെയാണെങ്കിലും അവിടെ ഒരു ഗ്രോത്ത്, അതായത് ഇപ്പം നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ അത് എന്താണ് പൊസിഷൻ, ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ കൗൺസിലിംഗ് ആണ്. അതിൻ്റെ ഹയർ പൊസിഷൻ എന്താണോ അതിലേക്ക് വിത്ത് കമ്പനിക്കും എനിക്കും ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷണൽ പോസ്റ്റേഴ്സിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ലൈഫ് എന്നുള്ള രീതിയിൽ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്ത് ഒന്ന് സെറ്റിലായിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം. ഇവിടെ സ്പെഷ്യലായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നമ്മളെ ഈ സർക്കംസ്റ്റാൻസസ്, അത് ഞാൻ പറഞ്ഞ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത് കൊടുത്തൊക്കെ ഇപ്പോൾ 9 to 6 o'clock ഡ്യൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് പോകുന്നത് തള്ളി നീക്കാനായിട്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു 9 to 6 വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വർക്കിനോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ ഈ ഒരു 9 to 6:30 ആകുന്നത് പോലെ നമ്മളറിയില്ല. നമ്മളെ വർക്കും അതുപോലെ തന്നെ നമ്മളൊരു ഹാപ്പി മൈൻഡിൽ വർക്ക് ചെയ്യാന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്പെഷ്യലായിട്ട് എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, അതായത് ഇപ്പം നമ്മളുടെ തിങ്സിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്, മീൻസ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ ഇന്ന കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം നമ്മളുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആരാണോ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഐഡിയാസ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു ഇത് നമുക്ക് പല കമ്പനീസിലും കിട്ടാറില്ല. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ പല കമ്പനീസിലും നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഇവിടെ നമ്മളുടെ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാനോ അതിനുവേണ്ട സപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ആരിസൻഗോ എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ തുടങ്ങി ഇപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി എത്തി. അതായത് ഡേ ടു ഡേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ടീം എനിക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഇപ്പം എൻ്റെ പ്രൊഫഷണലിലാണെങ്കിലും ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് ചേഞ്ചസിലാണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കമ്പനീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അത് നമുക്ക് കൂടെ കിട്ടും.